രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരു ദല്ലാളിനു വേണ്ടി വഴക്കടിക്കുന്നത് കണ്ടു. ഊണ് കഴിക്കുകയായിരുന്ന ദല്ലാൾ തൊട്ടപ്പുറത്തിരുന്നവളുടെ തട്ടിൽ നിന്നും മുളകുപപ്പടം എടുത്തു തിന്നു. അവൾ തടഞ്ഞില്ല. പക്ഷേ ദല്ലാളുടെ അന്നത്തെ ഊണിൻ്റെ ബില്ല് മറുപുറത്തെ സ്ത്രീയാണ് കൊടുക്കുന്നത്. പപ്പടമെടുക്കാൻ എന്തിനനുവദിച്ചുവെന്നാണ് വഴക്ക് തുടങ്ങിയത്. വാർഡൻ എന്ന മേട്രൻ വന്നാണ് സമാധാനം പുനഃസ്ഥാപിച്ചത്. ഒന്ന് രണ്ട് ദല്ലാൾമാർ ഊണ് കഴിഞ്ഞു പോകുമ്പോൾ അവരവരുടെ സ്ത്രീകളിൽ നിന്ന് പിശക്കിയും കെഞ്ചിയും ഭീഷണിപ്പെടുത്തിയും ചാരായക്കാശു വാങ്ങിയാണ് സ്ഥലം വിട്ടത്. മുറിയിൽ ചെന്നു വിരിയില്ലാത്ത കിടക്കയിൽ കിടന്നു. ഉറക്കം വന്നില്ല. എവിടെ നിന്നെല്ലാമോ അടക്കിപ്പിടിച്ച സംസാരങ്ങൾ. വന്നിട്ട് മണിക്കൂറുകളായിട്ടും ആരും സ്നേഹമോ ചങ്ങാത്തമോ പ്രകടിപ്പിക്കുന്നില്ല. മയക്കത്തിൽ നിന്നുണർന്നത് മേട്രൻ വന്നു തട്ടി ഉണർത്തിയപ്പോഴാണ്. നിനക്ക് ഉടുപ്പെന്തുണ്ട്? ഭഗവാന്റെ ഒറ്റച്ചേലയാണെങ്കിൽ അതിവിടെ പറ്റുകയില്ല. പെട്ടി തുറന്ന് ഉടുപ്പുകൾ കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ തുറന്ന പെട്ടിയിൽ കണ്ണുനട്ട് മേട്രൻ മൂക്കത്ത് വിരൽ വച്ചു. ഇത്രയേ ഉള്ളോ? അപ്പോൾ ചമയവസ്തുക്കളോ? ഇല്ല. സ്റ്റോറിൽ നിന്ന് വേഗം വാങ്ങ്. ഉടുപ്പുകളും വാങ്ങണം. ഇല്ലെങ്കിൽ നഷ്ടം നിനക്ക് തന്നെ. പുതിയ പുതിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യം കാണാൻ മിടുക്കുണ്ടായേ പറ്റൂ. പറഞ്ഞേക്കാം, ഈ ചെറുപ്പകാലത്തെ വല്ലതും 4 കാശ് കിട്ടുകയുള്ളൂ. മേട്രൻ തന്നെയാണ് സ്റ്റോർ കീപ്പർ. എന്തിനും ഇരട്ടി വില. ആവശ്യമുള്ളതെല്ലാം മേട്രൻ തന്നെ എടുത്തു വച്ചു. ബില്ലും എഴുതി. മത്സരബുദ്ധിയോടെ തന്നെ അണിഞ്ഞൊരുങ്ങി. സ്വീകരണ മുറിയിലേക്ക് ചെന്നപ്പോൾ പുരികങ്ങൾ ഉയർന്നു, മുഖങ്ങൾ കറുത്തു. ചില പതിവുകാർ വന്നു. അവരുടെ കൂടെ രുക്മിണിയെ ടാക്സിയിൽ കൊണ്ടുവന്ന ദല്ലാളും വന്നു. അവരുടെ മുഖങ്ങളിൽ വന്യമൃഗങ്ങളുടെ ഭാവം. പോക്കറ്റുകളും കവിളുകളും കുടവയറുകളും ഒരുപോലെ വീർത്തിരിക്കുന്നു. മേട്രൻ മദ്യക്കുപ്പികൾ ചുമന്നുകൊണ്ടുവന്നു. 100 ഉറുപ്പിക നോട്ടുകൾ പകരമായി വാങ്ങി. കുപ്പി പൊട്ടിച്ച് ഗ്ലാസുകളിലൊഴിച്ച് നൽകി. ഒന്നിലെ മദ്യമെടുത്ത് കുടിച്ച് നൊട്ടയിട്ട് തൃപ്തി പ്രകടിപ്പിച്ചു. രുക്മിണിയെ പിടിച്ച് സോഫയിൽ അരികിൽ ഇരുത്തിയ ഒരുത്തൻ മദ്യം നീട്ടി. കുടി മീനെ, കുടി. ഒരു ഗ്ലാസ് കുടിച്ച് ദല്ലാൾ സംഘത്തലവനു മുന്നിൽ താണു തൊഴുത് തല ചൊറിഞ്ഞു. യാത്രാനുമതി നൽകിയാലും? പൈജാമയുടെ പോക്കറ്റിൽ നിന്ന് അവന് വേണ്ടതു നൽകി മുതലാളി പറഞ്ഞു. പോയി ജീവിക്ക് തെരുവിൻ്റെ മോനെ. അയാളുടെ കൈകൾ രുക്മിണിയുടെ ദേഹത്തിൽ പരതി നടന്നു.